PC ഇൻസൈഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 10ാം തല പ്രാഥമിക പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ ഫുള്ളായിരുന്നു സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക. അപ്പോൾ എല്ലാവർക്കും പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിജയാശംസകൾ ഞാൻ നേരുകയാണ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയുടെ പതാക സാർവദേശീയ വേദിയിൽ ആദ്യമായി ഉയർത്തിയ വനിത ആരാണ് എന്നുള്ളതാണ്. ആരാണ്? മാഡം ക്യാമയാണ്. ഞാൻ ഓപ്ഷൻസ് ഒന്നും വായിക്കില്ല, ആൻസർ മാത്രം വായിച്ചു പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്താണ്? വാറൻ ഹേസ്റ്റിങ്സിന്റെ ഭരണകാലത്താണ് റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചിരുന്ന കാൺപൂരിലെ നേതാവാണ് നാനാ സാഹിബ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടത് ഏതാണ് എന്നുള്ളതാണ്. ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഇദ്ദേഹമായിരുന്നു. ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയിരുന്നത്. പുഴുക്കുത്തേറ്റ പാകിസ്ഥാൻ എന്ന് ഇത് പറഞ്ഞത് ആരാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് മുഹമ്മദ് അലി ജിന്നയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ബംഗാൾ വിഭജനം നടത്തിയ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നടത്തിയ ഗവർണർ ജനറൽ ആരാണ്? കഴ്സൺ പ്രഭുവാണ്. ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വിസമ്മതിച്ച നാട്ടുരാജ്യം ആരാണ്? ജുനഗഡ് ആണ്. ഏതാണ്? ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വിസമ്മതിച്ച നാട്ടുരാജ്യമാണ് ജുനഗഡ്. ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചത് എന്നാണ്? AD 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചത്. അടുത്തത്. ആരുടെ നിരാഹാര ജീവിത ത്യാഗം മൂലമാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിച്ചത്? അത് പോറ്റി ശ്രീരാമലുവിന്റെ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹമാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവെക്കപ്പെട്ട വർഷം ഏതാണ്? 1931 ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവെക്കപ്പെട്ടത്. അടുത്തത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ക്ലെമന്റ് ആറ്റ്ലിയാണ്. അടുത്തത്. സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രകടനത്തിന് നേരെയുണ്ടായ ലാത്തിചാർജിനെ തുടർന്ന് അന്തരിച്ച സ്വതന്ത്ര സമര സേനാനി ആരാണ്? ലാല ലജ്പത് റായാണ്. അടുത്തത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിസ്ഥാനമാക്കി മാക്സ് പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം വിഷ്ണുഭട്ട് ഗോഡ്സെയാണ്. അടുത്തത്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ചരിത്ര പ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ തീയതി എപ്പോഴാണ്? 1942 ഓഗസ്റ്റ് 8. അടുത്തത്. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? നമുക്കത് ഓപ്ഷൻ വായിച്ചു നോക്കാം. ജൂനഗഡ്, തിരുവിതാംകൂർ, ഹൈദരാബാദ്, കാശ്മീർ. അതിൽ തിരുവിതാംകൂറാണ് കൂട്ടത്തിൽ പെടാത്തത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 1942 ഗാന്ധിജി കൊണ്ടുവന്ന പ്രക്ഷോഭ പരിപാടി ഏതാണ്? അത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. അടുത്തത്. ഗദ്ദർ പാർട്ടിയുടെ നേതാവ് ആരാണ്? ലാൽ ഹർദയാലാണ്. ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരായി ഛോട്ടാ നാഗ്പൂരിൽ കലാപമുണ്ടാക്കിയ ഗോത്രവർഗം ഏതാണ്? ഉത്തരം കോളാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അത് മാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാക്കുക. താങ്ക്